മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് പത്തനാപുരം കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിൽ കൂട്ട അവധി. ഡിപ്പോയിൽ 2 ഡ്രൈവർമാർ ജോലി സമയം മദ്യപിച്ചതായി കണ്ടെത്തിയതിന് പിന്നാലെയാണ് 25ലേറെ ജീവനക്കാർ കൂട്ട അവധിയെടുത്തത്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, എന്താണ് ഈ കൂട്ട അവധിക്കുള്ളൊരു കാരണം? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെ കെ.എസ്.ആർ.ടി.സി ഡിപ്പോയില് വീരൻ സ്ക്വാഡിന്റെ പരിശോധന നടന്നിരുന്നു. ഈ പരിശോധനയിൽ 2 ഡ്രൈവർമാർ മദ്യപിച്ചിരുന്നതായി ഇവർ കണ്ടെത്തുകയുണ്ടായി. എന്നാൽ ഈ പരിശോധനാ വിവരം അറിയുന്നതോടെ തന്നെ ഈ ഡിപ്പോയിലെ 25ഓളം ജീവനക്കാരാണ് കൂട്ട അവധിയെടുത്തത്. ഇത് കാരണം കൊല്ലം, കൊട്ടാരക്കര, പുന്നല, ഏനാത്ത് ഗ്രാമീണ മേഖലകളടക്കം അവിടേക്കുള്ള 15ഓളം സർവീസുകളാണ് മുടങ്ങിയത്. മദ്യപിച്ചതായി കണ്ടെത്തിയ ഡ്രൈവർമാർക്കെതിരെ അകാരണമായി അവധിയെടുത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പെട്ടെന്നുള്ള വാഹനത്തിലെ ഈ ബസിന്റെ സർവീസ് മുടങ്ങിയത് ഈ മേഖലയിലുള്ള ഈ കൊടും ചൂടിൽ ഈ മേഖലയിലേക്കുള്ള യാത്രക്കാരെ വലച്ചിരിക്കുകയാണ്. യാത്രക്കാരൊക്കെ അവരുടെ പ്രതിഷേധം അറിയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവം നടന്നതോടെ, ഈ പരിശോധന നടന്നതോടെ ഈ അവധി എടുക്കാൻ ജീവനക്കാർ തയ്യാറായതാണ് എന്നൊരു പ്രശ്നത്തിന് കാരണമായത്. പത്തനംതിട്ട വിജിലൻസ് ഇൻസ്പെക്ടർ ഇൻചാർജ് ജയചന്ദ്രൻ പിള്ള, ഉദ്യോഗസ്ഥരായ പ്രകാശ് ചന്ദ്രൻ, അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ പരിശോധന നടത്തിയത്. എന്തായാലും മറ്റ് കൂടുതൽ നടപടികളിലേക്കൊന്നും പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് മാത്രമേ അറിയാൻ പറ്റൂ. ഏതായാലും ഇപ്പോൾ ഇത്തരം സർവീസുകൾ മുടങ്ങിയത് ഇവിടെ നിന്നുള്ള യാത്രക്കാരെ വലച്ചിരിക്കുകയാണ്. ആതിര. രാജീവ്, അതുപോലെ തന്നെ 25 പേരാണ് ഒരേ സമയം കൂട്ട അവധി എടുത്തിരിക്കുന്നത്. ഏത് തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കാനാണ് സാധ്യത? ഏത് തരത്തിലുള്ള നടപടി എന്നുള്ള കാര്യം ഇതുവരെ ഇവർ അറിയിച്ചിട്ടില്ല. കാരണം ഇന്ന് രാവിലെ ഈ പരിശോധന നടക്കുന്നത് അറിഞ്ഞാണ് 2 പേരെ ഇതിനകം തന്നെ പിടിക്കുകയും ഇവർ മദ്യപിച്ച ഡ്രൈവർമാരാണിവർ. ഇവർ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ ഈ വിവരം രാവിലെ തന്നെ മറ്റ് ജീവനക്കാരെ, ഇവിടെ എത്തിയ ജീവനക്കാർ ഫോണിലൂടെ വിവരം അറിയിച്ചു. ഇതിനെ തുടർന്നാണ് അവിടെ ഉണ്ടായിരുന്ന പലരും അവധി എടുത്ത് ഇതിനിടയിൽ തന്നെ മുങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇവർക്കെതിരെ ഈ കൂട്ട അവധി എടുത്തവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള തരത്തിൽ മാത്രമാണ് അറിയിച്ചിട്ടുള്ളത്. ഏത് തരത്തിലുള്ള നടപടിയാണ് എടുക്കുന്നതെന്നുള്ള കാര്യം പിന്നീട് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ശരി രാജീവ്. പത്തനാപുരം കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിൽ കൂട്ട അവധി. ഡിപ്പോയിൽ 2 ഡ്രൈവർമാർ ജോലി സമയം മദ്യപിച്ചതായി കണ്ടെത്തിയതിന് പിന്നാലെയാണ് 25ലേറെ ജീവനക്കാർ കൂട്ട അവധിയെടുത്തത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്നും രാജീവ്.